നമസ്കാരം, ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ കൂടെയാണ് യാത്ര നടത്തിയത്. ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ നഞ്ച് നാട്ടിലൂടെ. കൊട്ടിയോട് നാങ്കഗണയിലുള്ള നെൽപ്പാടങ്ങളും കുരമണി എന്ന സ്ഥലത്ത് രാജഭരണകാലത്ത് നിർമ്മിച്ച വഴിയമ്പലവും പുരാതന കാലത്തെ തമിഴ് ജലസേചന സംവിധാനമായ കുമിഴിത്തൂമ്പും എല്ലാം കണ്ടുകൊണ്ടൊരു യാത്ര. ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നാഗർകോവിൽ പൂതപ്പാണ്ടി റോഡ് വഴിയാണ്. പഴയ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയായിരുന്നു പൂതപ്പാണ്ടി. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാണ് ഈ ഒരു പഴയ ബിൽഡിംഗ്. ഇത് എന്താണെന്ന് അടുത്തുള്ള കടയിലെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ஒரு 20 வருஷம் முன்னாடி பெரிய வசதிയുള്ള ആളുകൾ. ഈ കടയിലെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇതാണ് മോരുമടം. നമ്മൾ നിൽക്കുന്ന ഇവിടം പഴയ രാജപാതയായിരുന്നല്ലോ. അപ്പോൾ ഇതുവഴി സഞ്ചരിച്ചിരുന്നവർക്ക് ദാഹജലമായി ഫ്രീ ആയി സംഭാരം നൽകിക്കൊണ്ടിരുന്ന സ്ഥലമാണ് മോരുമടം. ഈ നാട്ടിലെ പ്രമാണിമാരാണ് 20 വർഷം മുമ്പ് വരെ ഇങ്ങനെ ഒരു സേവനം നടത്തിക്കൊണ്ടിരുന്നത്. ശിവമാറേ, ഈ മലയ്ക്ക് എന്തെങ്കിലും പേരുണ്ടോ? ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന താടകമലയുടെ ഇപ്പുറത്തെ സൈഡാണ്. ഇപ്പൊ ഈ മല പേരാണ് താടകമല. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഇങ്ങനെ ഒരു മല. നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞൊരു സ്ഥലത്ത് പോകും. അവിടെ നോക്കുമ്പോൾ ശരിക്കും നമുക്കൊരു കറക്റ്റ് ഒരു താടകം, ഒരു യക്ഷി ഇങ്ങനെ മലർന്ന് ഇങ്ങനെ കിടന്ന് തല, നെഞ്ച്, കാലൊക്കെ മടക്കി വെച്ചിരുന്ന കറക്റ്റ് മുടി പോലും നമുക്ക് ഫീൽ ചെയ്യും. ഇത് തോന്തിക്കര റോഡ് എന്ന് പറയും. തോന്തിക്കര റോഡ്. ഈ റോഡ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മൊത്തം നെൽവേലുകൾ, മല. നമ്മൾ പാലക്കാട്, കൊല്ലംകോട് ഫോട്ടോസ് ഒക്കെ കാണുന്ന സെയിം ഇതാണ്. ഇതാണ് ഭൂതപ്പാണ്ടിയിലെ ഭൂതലിംഗ സ്വാമി ക്ഷേത്രം, അതായത് അരുൾമികു ഭൂതലിംഗ സ്വാമി ശിവഗാമി ടെമ്പിൾ. ക്ഷേത്രത്തിന്റെ പ്രധാന ദേവൻ സ്വയംഭൂ ലിംഗമാണ്. ക്ഷേത്രത്തിൽ വന്ന സ്ഥിതിക്ക് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കൂടെ നമുക്കൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാം, അല്ലേ? ഈ പ്രദേശത്ത് പശുക്കളെല്ലാം മേയ്ക്കുന്ന സാലിയ ജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു താമസിച്ചിരുന്നത്. അതിൽ ഒരാൾക്ക് നല്ല കറവയുള്ള ഒരു പശു ഉണ്ടായിരുന്നു. അതിനെ മേയാൻ വേണ്ടി അഴിച്ചുവിട്ട് പശു തിരിച്ചു വരുമ്പോൾ അതിന്റെ അകടിയിൽ പാല് കാണാതെ വരികയും മറ്റാരോ അത് മോഷ്ടിക്കുകയാണ് എന്ന് കരുതി പിറ്റേന്ന് അദ്ദേഹം പശുവിനെ പിന്തുടർന്നു പോയപ്പോൾ പശു ഉൾക്കാട്ടിൽ ഒരു കല്ലിൽ പാൽ ചുരത്തുന്നതാണ് കണ്ടത്. അദ്ദേഹം കാടെല്ലാം വെട്ടി തെളിച്ച് നോക്കിയപ്പോൾ അതൊരു ശിവലിംഗമായിരുന്നു. ഇതാണ് ക്ഷേത്ര ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ പാറയുടെ മുകളിൽ നിന്നാൽ രാമായണത്തിലെ താടകയുടെ വാസസ്ഥലമെന്ന് ഹിന്ദുക്കൾ പരക്കെ വിശ്വസിക്കുന്ന താടകമല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് നിങ്ങൾ പറഞ്ഞ താടകമല അല്ലേ? അത് മൂക്കല്ലേ? തല, മൂക്ക്, നെഞ്ച്, കാല് മടക്കി വലിച്ചു വെച്ചിരിക്കുക. താഴെ മുടിയുണ്ട് ഇങ്ങനെ പുല്ലിങ്ങനെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താടകമല കറക്റ്റായിട്ട് കാണാം കേട്ടോ. തല, മൂക്ക്, നെഞ്ച്, ആ കാലിൻ്റെ ഭാഗം ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ കിടക്കും പോലെ. ഇപ്പൊ നമ്മളെവിടെയാണ് പോകുന്നത്? ഷട്ടർ വാട്ടർഫോൾ എന്നറിയപ്പെടുന്ന റീസെന്റ് ട്രെൻഡിങ് ആയ ഒരു സ്ഥലം. സ്ഥലം ഇവിടെ പണ്ടേ ഉണ്ട്, ഇപ്പോഴാണ് ട്രെൻഡിങ് ആയത്. അതെന്ന് വെച്ചാൽ മലയുടെ സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഈ കനാല് വെള്ളം നടക്കാനുണ്ടോ? 1.5 കിലോമീറ്ററാണ്. ലെറ്റസ് വാക്ക്. താടകര മുടിയുണ്ടോ? പുൽമേട് മുളച്ചു വരുന്നത്. ഇതാണ് താടകര മുടി. ഇത് പക്ഷേ കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോൾ വലുതാവും. ശരിക്കും ആ മുടി നമുക്ക് ഫീൽ ചെയ്യും. അതെ, കുറെ നടക്കാനുണ്ടോ? വെള്ളം ഉണ്ടോ അവിടെ? വെള്ളം കാണും, വെള്ളച്ചാട്ടം. എത്ര ദൂരമുണ്ട്? 1.5 കിലോമീറ്റർ. വെള്ളം കാണാമല്ലോ, വഴി കയറണ കാണാം. ഓക്കെ. ആ മലയുടെ സൈഡ് അല്ലേ? നമുക്ക് ഈ മലയിൽ കയറാൻ പറ്റുമോ? അതല്ല, മലയിൽ കയറാൻ പറ്റുമോ? പറ്റൂല അല്ലേ? போகலாம் நிறைய முள்ளுகாடு
ആ മുള്ളു മുള്ള വഴിയില്ല. ശിവമാറേ എത്തോ ശിവമാറേ? കുറേ ദൂരം ഉണ്ട് ഇനി. അയ്യോ നടന്ന് ഉപ്പാട് വരണം. എൻ്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെ നടക്കേണ്ടി വരും. നിങ്ങളല്ലാതെ നിങ്ങൾ രണ്ടുപേരും രാവിലെ കാർ എടുത്തുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന പറഞ്ഞാൽ നടക്കില്ല. എൻ്റെ കൂടെ വരുന്നെങ്കിൽ നടക്കണം. നമ്മൾ ആ സൂപ്പർ സ്ഥലം എത്തി കേട്ടോ. ട്രെൻഡിങ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷട്ടർ വാട്ടർഫാൾസ്. ഇവിടെ എത്തിയല്ലേ? ആ പാറ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കൊള്ളാം. അവിടെ നിന്ന് വെള്ളം ഒരു പ്രത്യേക വൈബാണ് ആ മലകൾ. ഇനിയെങ്കിലും മനസ്സിലാക്കണം, യൂട്യൂബർമാരുടെ വീഡിയോ കണ്ടിട്ട് അവരെ വിളിച്ച് അവരെ കൂടെ ഒരിക്കലും പോകരുത്. അതെയാണ് ഒരിക്കലും, പ്രത്യേകിച്ച് എൻ്റെ കൂടെ. അണ്ണാ ഇനിയും പോണം കേട്ടാ. കിടിലം മാറ കേട്ടാ. ഏതോ കാട്ടും പ്രദേശമാണെന്ന് തോന്നുന്നു. പനങ്ങ ആ ഇഷ്ടം പോലെ പനയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടാ. ഏകദേശം നമ്മൾ താടകര താഴെ എത്തി. താടകമലയുടെ താഴെ കൂടെയാണ് കേട്ടോ ഈ ഒരു കനാൽ ഒഴുകുന്നത്. അമ്മേ താഴെ ഒരു ചാണകം, ഇവിടെയൊക്കെ ചാണകമുണ്ട്. സൂക്ഷിച്ച് നടക്കുക. സൂപ്പർ സൂപ്പർ വ്യൂ. ഇതാണ് നമ്മൾ അമ്പലത്തിനോട് നിന്ന് കണ്ട താടകയുടെ തല, താടകമലയുടെ താടകയുടെ തല. വോയിസ് ഓവർ കൊടുത്ത് ഷട്ടർ വാട്ടർഫാൾസിനെ ബൂസ്റ്റ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. എന്താണോ ഞങ്ങൾ പോയപ്പോൾ കണ്ടത് അതാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കൂടെ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ഷട്ടർ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. പിന്നെ മറ്റൊരു കാര്യം, കനാലിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാട്ടർഫാൾ ഇവിടെ കാണുകയുള്ളൂ. അപ്പം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് കാണാനും സാധിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ ചുറ്റി ആ പാറ ഫ്രണ്ടിൽ കാണുന്നില്ലേ പാറ, അതിന് ചുറ്റി നമ്മൾ അതിന്റെ മുകളിൽ വരും. അപ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു വൈബ്. എന്നുവെച്ചാൽ ആ ഒരു നമ്മളെ ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോസ് ഇല്ലേ, അതിൽ കാണുന്ന ഒരു സീൻ നമുക്ക് അങ്ങനെയൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ നോർമലി വന്നു, പക്ഷെ അവിടെ ആ കാണിച്ച സാധനം ജസ്റ്റ് ഷട്ടർ. ഇത് റോഡാണ്, പക്ഷേ നടന്നു ഭാഗ്യമുണ്ട് കനാലിൽ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഇത് നഷ്ടമാകും. അങ്ങനെയും കൂടെ ഉണ്ടല്ലേ? കനാലിൽ വെള്ളം, അപ്പോൾ മെയിൻ ഷട്ടർ അടച്ച ഇവിടെ വെള്ളം വരില്ല. കേട്ടല്ലോ, കനാലിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു വാട്ടർഫാൾ ഇവിടെ കാണുകയുള്ളൂ. കിടിലം പാറ. ഇതിലേക്ക് കയറാം, പക്ഷേ പ്രയാസമുണ്ട്. ഈ പാറയ്ക്ക് അട വെച്ചാൽ ശരിയല്ലേ? ചെറിയ ചെറിയ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പക്ഷേ സുരക്ഷ ഉറപ്പുവരുത്തിക്കോണം. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകയാണ്. ഇതെല്ലാം അതിന് പറഞ്ഞ തന്നെ കനാലിലെ വെള്ളം തന്നെ അല്ലേ? എവിടെയെങ്കിലും പൊട്ടി ഒഴുകണായിരിക്കും. ആ ശരി, ചിലപ്പോൾ ഇതിലേക്ക് കയറാം നമുക്ക്, അല്ലെങ്കിൽ അങ്ങ് ദൂരെ പോകണം തന്നെ. ഓക്കെ, കുഴപ്പമില്ല, വരാൻ പറ്റുമല്ലോ. പിന്നെ എന്ത് കയറാൻ പറ്റുമോ? കാല് തന്നെ ഇല്ല ഇല്ല, എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അണ്ണൻ്റെ ചെരുപ്പ് നോക്കിയാൽ മതി. ഇങ്ങോട്ട് കയറി വായേ, ഞാൻ കാലിൽ ചെരുപ്പ് മാറ്റി. ചെരുപ്പ് ഇടണം അല്ലേ? ചെരുപ്പ് ഇടണം. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ഇതുവഴി കയറാൻ പറ്റത്തില്ല, കാരണം നന്നായിട്ട് ചാർക്കും ചെരുപ്പിട്ട്. കാട്ടുവാസികൾക്കൊക്കെ പറ്റും, നാട്ടുവാസികൾക്ക് പറ്റൂല. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് വേറൊരു വഴി കൂടെ പോവാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് അത് കാണാതെ പോണത് ശരിയല്ല. പുല്ലി പിടിക്കാം, ലെഫ്റ്റ് ഹാൻഡ് പിടിക്കും, ചേർത്ത് പിടിക്കാം. പതുക്കെ കമന്ന് മുകളിലോട്ട് ചവിട്ട്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞു, ഇനി ആദ്യം പിടിച്ചു പോകുന്നു. ആ ഓക്കെ, അത്രയല്ല. ഞാൻ അതേപോലെ പുല്ലി പിടിച്ചോ.
സാറേ കേറതില്ലേ ആ ജട്രോഫ ചെടി പിടിച്ചിട്ട് ഇതാണ് ജെട്രോഫേ പിന്നെ പേടിക്കാനില്ല അല്ലേ? വീണ് കഴിഞ്ഞാലേ നമ്മൾ താഴെ കിടക്കും. അതെ തന്നെ, ഇതാണ് ജെട്രോഫേ. ജട്രോഫ ഡീസൽ ചെടി, ഡീസൽ ഉണ്ടാകുന്ന ചെടി. ഡീസൽ ഉണ്ടാകുന്നില്ല ഇവിടെ. മുള്ള് മുള്ളല്ല, മുള്ള് ജസ്റ്റ് പിടിക്കുക കൈ വെച്ച്. ലെഫ്റ്റ് ഹാൻഡ് പിടിക്കുക, ലെഫ്റ്റ് ഇതിൽ മൊത്തം അതിൽ ബലം കൊടുക്കരുത്, കമഴ്ന്ന് കയറും. ബാക്കിലോട്ട് ബലം കൊടുക്കരുത്, കമഴ്ന്നോ കമഴ്ന്ന്. ഓക്കെ, കമന്ന് കയറാം, കമന്ന് ബാക്കിലോട്ട് ഇങ്ങനെ കമന്ന് കയറും. ഇങ്ങനെ ജസ്റ്റ് കമന്ന് കയറുക, ഈസിയാണ്. ബാക്കിലോട്ട് പോകരുത്, കാരണം നമ്മൾ ഫ്രണ്ടിലോട്ടാണ് കമഴ്ന്ന് കയറ് ഫുള്ള്. അങ്ങനല്ല, ഇത് കുനിഞ്ഞാണ്. ഇനി ഒരു കാര്യം, ഓക്കെ, എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. അങ്ങനെ മുകളിലെത്തി. മൊബൈലൊക്കെ ആദ്യം പോക്കറ്റ് ഇടണ്ട്. അപ്പോൾ ഇനി ഇതാ ഇതിൽ കൂടെയാണ് നടന്നു പോവാൻ. പിടിച്ചൊരു ജീവിതമാണ്. സൂക്ഷിച്ചു പറഞ്ഞാണ്. വലിയ അറിവൊക്കെയാണ്. ഓ, അത് കൊള്ളാമല്ലോ. ഒരു പച്ച വന്ന് പോയി വെള്ളത്തിൽ വിടില്ല. അണ്ണാ നോക്കി പറഞ്ഞേ. വെള്ളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാല് കുരുക്കരുത് അടിയിൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അണ്ണാ ഞാൻ പോട്ടാ. കാലടിയിൽ കുരുക്കരുത്, ചവിട്ട്. നിക്ക് കൈതാ കൈതാ. ഓക്കെ, ബാ പുള്ളി കൈയോട്. ഞാൻ ചവിട്ടിയാണ് വന്നത്, ഇതിന് കൈതാ. ആ വിടല്. സാഹസികത, വല്ലാതെ സാഹസികതയായി പോയി. അയ്യോ, പുള്ളി പറ്റിച്ച് അതുവഴി കയറി വരാം. കണ്ടോ, അതുവഴി ഞാൻ പണ്ട് ഇതേപോലെ വന്നിട്ടുള്ളതാണ്. മോളി കയറി അതിൻ്റെ എന്നാലാണ് ആ കറക്റ്റ് മലയുടെ വ്യൂ. നമുക്കിട്ട് മനഃപൂർവ്വം പണി തന്നതാണേ നിങ്ങൾ തന്നെ. എന്ത് ഷട്ടർ വാട്ടർഫോൾ, നമ്മൾ ഇനി അപ്പുറത്ത് പോകും. ഇതാണ് ഷട്ടർ വാട്ടർഫാൾസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ നിന്നാണ് റീൽസിലൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ എടുത്ത് ചാടുന്നതായിട്ടൊക്കെ കാണിക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് വരുന്നവർ അത് അനുകരിക്കരുത്. കാരണം എവിടെയാണ് അപകടം പതിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പാറ തുരന്നാണ് ഇവർ ഈ ഒരു കനാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം പാറക്കല്ലും കാര്യങ്ങളൊക്കെ കാണും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്ച്വലി യൂട്യൂബ് വീഡിയോസ് അങ്ങനെയാണ്. നമ്മളൊരു വീഡിയോസ് നോർമലി ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കാണാൻ താല്പര്യമില്ല, കഷ്ടപ്പെട്ട്. പക്ഷേ ഈ പറഞ്ഞാൽ ഒരു കോപ്പിനും കൊള്ളാത്ത സ്ഥലം വെറുതെ പോയി കുറേ ഷോർട്സ് ഒക്കെ എടുത്ത് വലിയ സംഭവമാണ്. പക്ഷെ അതൊക്കെ ഹിറ്റാണ്. ശരിക്കും നല്ല സ്ഥലങ്ങൾ കാണാൻ ആരുമില്ല, അവർക്കത് മനസ്സിലാവില്ല അതിൻ്റെ സ്ഥലത്തിൻ്റെ വൈബ്. ഈ സ്ഥലത്തിന് വൈബ് ഇല്ല എന്നല്ല പറയണത്. ഇനിയിപ്പം ഇത് വഴിയാണ് ഇറങ്ങി പോകേണ്ടത് അല്ലേ? ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ. കല്ലൊക്കെ നോക്കി ഇരുന്ന് പയ്യെ വരാൻ പറ്റൂല, പയ്യെ വരാൻ പറ്റൂല. അങ്ങനെ റീൽസിലെല്ലാം ഹിറ്റായ ഷട്ടർ വാട്ടർഫാൾസും കണ്ട് തിരിച്ച് കാറിനടുത്തേക്ക്. പോയാ അവിടെ എന്ത് കാണാം? அந்த ஜங்ஷன் இருக்குல்ல, அந்த சீதப்பால் ஜங்ஷன், அதுல இருந்து റൈറ്റ് പോയാൽ എവിടെ എത്തും നമ്മൾ? ரைட் போனா தெல்லாந்தி பக்கத்துல ஒரு ரெண்டு இங்க இருந்து போறதுல குளம் கணக்குக்கு 3வது குளம் பக்கத்துல கொண்டு விட்டுக்கிட்டு அழகா குளிக்க வாங்கலாம். நல்ல சௌரியம். അവിടെ ഇതുപോലെയാണോ? இதோட சௌரியமா സൂപ്പറാണോ? ആ സ്ഥലത്തിന്റെ പേരെന്താ? அது தெல்லாந்தி. തെല്ലന്തി. ഈ സ്ഥലം இது சீதப்பால். ഇത് തെല്ലന്തി അല്ല, இது தெல்லாந்தி. இது வந்து சீதப்பால். തെല്ലന്തിയിലെ സ്ഥലം അങ്ങാണ്. ஆமா ஆமா. അവിടെ ഇതേപോലുള്ള സ്ഥലമല്ലേ? ഇതേമാതിരി. വഴിയിൽ ആട് മേച്ചുകൊണ്ടിരുന്ന ചേട്ടൻ്റെയോടെ ഇവിടെ മറ്റ് സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തെല്ലന്തി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചും കൂടെ നല്ല ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ തെല്ലന്തിയിലേക്ക് തിരിച്ചു. സീതാപാൽ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് ഞങ്ങൾ തെല്ലന്തിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെല്ലന്തിയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആലപ്പുഴയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഫീലാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ തെല്ലന്തി വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തി. ഇനി നമുക്ക് കനാലിൻ്റെ അങ്ങോട്ട് പോകാം. കാരണം കനാലിൻ്റെ അവിടെ നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു തെല്ലന്തിയുടെ ആ ഒരു ഗ്രാമീണ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ തന്നെ കയറി വരാൻ 2-3 വഴിയുണ്ട് കേട്ടോ. അതിൽ ശിവകുമാർ സെലക്ട് ചെയ്തത് ഈ കുത്തുകയറ്റമാണ്. കാരണം അങ്ങനെയാണല്ലോ, പുള്ളി അതേ സെലക്ട് ചെയ്യുള്ളൂ. ഇതാണ് താടകമലയുമായി ലയിച്ചു കിടക്കുന്ന തെല്ലന്തി എന്ന തമിഴ് ഗ്രാമം. ഗൂഗിൾ മാപ്പിലെ റൂട്ട് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ.
ഇവിടെ വരുന്നവർ നന്നായിട്ട് നീന്തൽ അറിയാമെങ്കിൽ മാത്രമേ കനാലിലേക്ക് എടുത്ത് ചാടാവൂ, കാരണം നല്ല ഒഴുക്കുള്ള ഒരു കനാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ശിവൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ശിവനെ ഇവിടെ ഇറക്കിയിട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഓൺ ദ എൻഡ്ലെസ് റോഡിൻ്റെ മുതലാളി, യൂട്യൂബ് ചാനലിൻ്റെ മുതലാളി ശിവനെ ഞങ്ങളിതാ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ്. നെഗറ്റീവ് പറയാനേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ടുവന്ന് വയലിൽ നടത്തിച്ച് ഞങ്ങളെ കാല് ചെളി എന്തും വെളുത്ത ആൾക്കാരെ കറപ്പിച്ചില്ലേ വെയിലത്തിറക്കി. അതല്ല, ഡാമിന്റെ മണ്ടയെ കയറ്റി എന്തെല്ലാം ചെയ്തെന്നറിയോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ട്രാവൽ വ്യൂസിനിട്ട് നല്ല പണിയാണ്. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളല്ലേ നമുക്ക് പുതിയൊരു അനുഭവമായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം വെച്ചാൽ ഒരു നാട്ടിൻപുറം അതെ നമ്മുടെ ട്രിവാൻഡ്രത്തിന് അടുത്ത് അല്ലേ, നാഗർകോവിൽ അല്ലേ, നാഗർകോവിൽ മുന്നേ ഇതുപോലെ ഒരു നാട്ടിൻപുറം ഉള്ളതൊക്കെ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കണം. അതുവഴി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് മനസ്സിലാക്കണത്, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടല്ലോ എന്ന്. അതിന് ശിവൻ തന്നെ വേണ്ടി വന്നു. ഓക്കെ കയറാം, പിന്നെ കയറിയിട്ടേ പോകണുള്ളൂ. അപ്പം ഞങ്ങളൊന്ന് അകത്തോട്ടൊന്ന് കയറിയിട്ട് വരാം. ഞങ്ങളങ്ങനെ ശിവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിപ്പം കഴിച്ചിട്ടൊന്നും ഇനി ഇങ്ങനത്തെ പച്ചവെള്ളം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശിവന്റെ വീട്ടിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയാണ്. എവിടെ പോയാലും ഒന്നും ഭയം കയറാൻ ഞാനില്ല. കൊള്ളാം, നമുക്ക് നല്ല ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി എപ്പോഴും ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞോളൂ. ഇനി എപ്പോഴും പറഞ്ഞു നമ്മൾ തിരുവനന്തപുരത്തുള്ളവർ പാലക്കാട് കൊല്ലംകോടൊന്നും പോകണ്ട, ജസ്റ്റ് ഒരു 50 കിലോമീറ്റർ സഞ്ചരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും സൂപ്പർ സ്ഥലങ്ങൾ, നല്ല മനുഷ്യര്, അതെല്ലാം വേണം. ഈ ശിവനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശരി ഗൈസ്, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഉല്ലാസന, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞു, അത് വാങ്ങിക്കണ്ടേ? വെളിച്ചെണ്ണ നമ്മൾ മേടിക്കുന്നില്ല, കാരണം ഞാൻ ഇടയ്ക്ക് വണ്ടിയിലിരുന്ന ഒരു വീഡിയോ കണ്ടു. മാർത്താണ്ഡത്തൊക്കെ വെളിച്ചെണ്ണ പാം ഓയിലും കൂടെ മിക്സ് ചെയ്താണ് തരുന്നത്. അതാണ് വിലക്കുറവെന്നാണ് പറയുന്നത്. ചുമ്മാ ഈ എണ്ണയൊക്കെ മേടിച്ച് നമ്മുടെ ശരീരം എന്തിനാ കേടാക്കുന്നത്? അതുകൊണ്ട് നമുക്ക് വേണ്ട. അത് ശരി, എന്നാ പിന്നെ വേണ്ട.